നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ വിഷയം വിചിന്തനം ചെയ്യാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നീ ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടിയനെ നിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഇന്ന് സംസാരിക്കേണ്ട വിഷയങ്ങൾ നീ തന്നെ വാക്കുകൾ തന്ന് അത് പറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ചിന്തകൾ വചനത്തിൻ്റെ ആഴമായ ആശയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് പറയുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിച്ച വാക്കുകളെ തന്ന് അത് പറയുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രോതാക്കൾ എല്ലാവരും ആഴമായ ആ ആശയങ്ങളെ ഉൾക്കൊണ്ട് കർത്താവിലേക്ക് തിരിയുവാനും വിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാനും അങ്ങനെ നീ ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്ന നിത്യജീവൻ അവകാശമാക്കുവാനും അതിപ്പോഴേ നീ ഞങ്ങൾക്ക് തന്നിരിക്കുകയാണല്ലോ കർത്താവേ. അതിന് നീ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഇപ്പോൾ സംസാരിക്കുന്നത് ദൈവഹിതമനുസരിച്ച് ദൈവം തരുന്ന വാക്കുകൾ തന്നെ ആയിരിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാതെ വിശ്വാസത്തെ ഉറപ്പിക്കത്തക്കവണ്ണം നീ ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ 4-ന്റെ സെക്കൻഡ് പാർട്ട് ബി മുതലാണ്. 4 നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നത്. അതിന് ബാക്കി നമുക്ക് ചിന്തിക്കാം. 4-ാമത്തെ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ് വീണ്ടും. അവാച്യവും മനുഷ്യനെ വിവരിച്ചു കൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. അതിൻ്റെ മുൻഭാഗം പൗലോസ് 3-ാം സ്വർഗം വരെ എടുക്കപ്പെട്ട ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയായിരുന്നു. അവിടെ കേട്ട കാര്യം അവാച്യമാണെന്നും മനുഷ്യന് വിവരിച്ചു കൂടാത്തതുമാണെന്നാണ് പൗലോസോട് പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിൽ കണ്ട കാര്യമല്ലേ, അത് എങ്ങനെ മനുഷ്യൻ്റെ ഭാഷയിൽ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും? പ്രയാസമാണെന്നാണ് എൻ്റെ അർത്ഥം. മനുഷ്യന് കേട്ടാലും അത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാനും അഥവാ കാര്യങ്ങൾ അതുപോലെ അവതരിപ്പിക്കത്തക്കവണ്ണം ഭൂമിയിൽ ഒന്ന് ഉപമിച്ച് പറയത്തക്കവണ്ണവും വ്യക്തമായിട്ടൊന്നുമില്ല. അതുകൊണ്ടാണ് അത് അവാച്യമായിരിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. സ്വർഗത്തിൽ കണ്ട കാര്യത്തിലേ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി. പിന്നീട് പൗലോസ് പല ലേഖനങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. സ്വർഗത്തിൽ നമുക്ക് ചില കിരീടങ്ങൾ കിട്ടും. ആ കിരീടങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം നാം ഒരു ഓട്ടമോടുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രയത്നം ചെയ്യുകയാണ്. അതിനൊരു പ്രതിഫലം നമുക്ക് കിട്ടും എന്നുള്ളത് നമ്മൾ അറിയുമ്പോൾ ആ പ്രവൃത്തി ചെയ്യുവാൻ നമ്മൾ കൂടുതൽ ഉത്സാഹരാകും. നമ്മൾ ഉത്സാഹത്തോടു കൂടി വേണം ഈ സുവിശേഷത്തിന് വേണ്ടിയുള്ള വേല പൂർത്തിയാക്കുവാൻ. കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യമാണ്, നമ്മൾ ഏറ്റവും അനുഗ്രഹപ്രദമായിട്ട് ചെയ്യണം. അപ്പോൾ ഒരു സമ്മാനം നമുക്കവിടെ ഉണ്ട്, ചില കിരീടങ്ങൾ നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മോശയെക്കുറിച്ച് നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുണ്ട്. മോശ തൻ്റെ സ്വന്തം ജനത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ പങ്കുചേരുവാൻ മറ്റ് എല്ലാം ഉപേക്ഷിച്ചു. കിരീടാവകാശി ഫറവോ രാജാവായി തീരാൻ ആയിത്തീരാനുള്ള അവകാശവും വേണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ സ്വന്തം സഹോദരങ്ങളുടെ വേദന കാണുകയാണ്, ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്നതാണ് ഈ നൈമിഷിക സുഖങ്ങൾ അനുഭവിക്കുന്നതിനെക്കാട്ടിൽ ശ്രേഷ്ഠമെന്ന് മോശ എണ്ണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവൻ ദൃഷ്ടി പതിപ്പിച്ചത് സ്വർഗത്തിലേക്കാണ്, കിട്ടാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ചാണ്. അപ്പോൾ പ്രതിഫലം നമുക്ക് കിട്ടുന്നത് എന്തെല്ലാമാണെന്ന് ഒരു ചെറിയ സൂചനയെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പൗലോസ്, പത്രോസ് ഒക്കെ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ നമുക്ക് തന്നിട്ടുണ്ട്. പൗലോസ് പറയുന്ന കിരീടങ്ങളിലൊന്ന് വാടാത്ത കിരീടം. 1 കൊരിന്ത്യർ 9-ാം അധ്യായം 25-ാം വാക്യം. ഇൻപെരിഷബിൾ ഗാർലൻഡ്, നശിച്ചു പോകുന്നതല്ല. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 9:25. കായിക അഭ്യാസി എല്ലാ കാര്യങ്ങളിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു. അവർ
നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായ കിരീടത്തിന് വേണ്ടിയും. പൗലോസ് ഗ്രീസിലെ കിലിക്കിയ പ്രദേശത്ത് ജനിച്ചു. ഗ്രീക്കുകാരനാണെന്ന് അഭിമാനമുണ്ട്. ആ സംസ്കാരവും ഭാഷയും എല്ലാം അദ്ദേഹത്തിന് നന്നായി അറിയാം. പഠിച്ചതൊക്കെ ജെറുസലേമിലായിരുന്നു എങ്കിലും ഇപ്പോൾ ഹീബ്രുവിലും ഗ്രീക്കിലും വലിയ ജ്ഞാനമുള്ള ആളാണ്. ഗ്രീസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിം അന്ന് വലിയ പ്രാധാന്യം, ഇന്നും വലിയ പ്രാധാന്യം. അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ അറിവുണ്ടല്ലോ. അതിൻ്റെ ചെറിയ സൂചനയാണ് അദ്ദേഹം ഇവിടെ തരുന്നത്. ഒളിമ്പിക്സ് ഗെയിംസിലെ ഓട്ടത്തിന് ഇങ്ങനെ ഓടിയൊക്കെ ജയിച്ചിങ്ങനെ വന്നാൽ അവർക്കൊരു കിരീടം കിട്ടും. എന്ത് കിരീടമെന്ന് വെച്ചാൽ ഒലിവ് ഇല കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിരീടം. അരമണിക്കൂർ കഴിയുമ്പോൾ തലയിൽ വെക്കുന്ന കിരീടം വാടിപ്പോകും. വാടുന്ന കിരീടമാണ് അവർക്ക് കിട്ടുന്നത്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, നമ്മൾ ഓടുന്നു. ഈ ജീവിതം ഒരു ഓട്ടമാണല്ലോ. എങ്ങോട്ടാണ്? സിയോനിലേക്ക്, കനാൻ നാട്ടിലേക്ക് നമുക്ക് പറയാം. സ്വർഗരാജ്യത്തിലേക്കുള്ളൊരു ഓട്ടമാണ് നമ്മൾ ഓടുന്നത്. അപ്പോൾ പൗലോസ് പറയുന്നത് ആത്മനിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട്. ഒരു കായികാഭ്യാസി വാടിപ്പോകുന്ന ഒരു ഗാർലൻഡ് വേണ്ടി ഓടുകയാണ്. അപ്പോൾ അവൻ പല ആത്മനിയന്ത്രണങ്ങൾ പാലിക്കുന്നുണ്ട്. ലഭിക്കുന്നതെന്ത്? വാടിപ്പോകുന്ന ഒരു കിരീടം. നാം ഓടണം. കിട്ടുന്നതെന്ത്? വാടിപ്പോകാത്ത അനശ്വരമായ കിരീടം. അതിനെ ലക്ഷ്യം വെച്ച് നമ്മൾ ഓടണം. അപ്പോൾ ആത്മനിയന്ത്രണം പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ആ സൂചന. അവർ പോലും ആത്മനിയന്ത്രണം പാലിക്കുന്നെങ്കിൽ വാടാത്ത കിരീടത്തിന് വേണ്ടി നമ്മൾ ഓടുമ്പോൾ അതിൻ്റെ ഗൗരവം, അതിൻ്റെ വില ഒക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ആത്മനിയന്ത്രണങ്ങൾ നമ്മൾ പാലിക്കണം. ലൗകികരെ പോലെ ജീവിക്കുവാൻ ഒരു ആത്മീയ മനുഷ്യന് സാധിക്കത്തില്ല, പാടില്ല. ഇത് ഈ ലോകത്തിൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില കെട്ടുപാടുകളൊക്കെയാണ്. അങ്ങനെ ജീവിക്കാനല്ല കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു ആത്മീയ മനുഷ്യൻ. ആത്മീയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെയാണ് ആത്മാവ് എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിനിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഉൾക്കൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതക്രമത്തെയാണ് ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു ജീവിതം വേണം. അങ്ങനെയുള്ളൊരു ജീവിതം എടുത്ത് ധരിച്ച് നാം ഓടുകയാണ്. ആ ഓട്ടത്തിൽ നമ്മൾ ജയിക്കണം. ജയിക്കുമ്പോൾ നമുക്കൊരു കിരീടം കിട്ടും, ഒരു ഗാർലൻഡ്, വാടാത്ത കിരീടം, ഇൻപെരിഷബിൾ ഗാർലൻഡ്. അതിനുവേണ്ടി നമ്മൾ തയ്യാറായി ഓടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കിരീടങ്ങളുടെ പേര് ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഒന്നാമത്തേത് ഇംപെരിഷബിൾ ഗാർലൻഡ്, വാടാത്ത കിരീടം. രണ്ടാമത്തെ കിരീടത്തിന് പൗലോസ് തന്നെ പറയുന്നത് നീതിയുടെ കിരീടം, ദി ക്രൗൺ ഓഫ് റൈറ്റസ്നെസ്, നീതിയുടെ കിരീടം. പൗലോസിന് സ്വന്തമായി അഭിമാനിക്കാൻ ഉണ്ട് ഈ കാര്യത്തിൽ. അദ്ദേഹം 1 തിമോത്തിയോസ് 4:7-8 വാക്യങ്ങളിലായിട്ട് പറയുന്നു. ഞാനത് വായിക്കുകയാണ്. ഞാൻ നന്നായി പൊരുതി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു, എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. നീതിപൂർവം വിധിക്കുന്ന കർത്താവ് ആ ദിവസം അത് എനിക്ക് സമ്മാനിക്കും. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും. പൗലോസിൻ്റെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ മരണത്തോടടുക്കുന്ന ഒരു സമയമായി അത് പൗലോസിന് മനസ്സിലായിട്ടുണ്ട്. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് പൗലോസിന് അത് സൂചിപ്പിച്ചു കൊടുത്തു കാണും.
അപ്പോൾ അദ്ദേഹം ഒരു തിരിഞ്ഞു നോട്ടം ജീവിതത്തെക്കുറിച്ച് നടത്തിയിട്ടുമുണ്ട്. തിമത്തിയോസിനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്, ഞാൻ നന്നായി പൊരുതി. ആത്മാഭിമാനത്തോടുകൂടി വ്യക്തമായി പറയുവാൻ പൗലോസിന് സാധിച്ചു, ഞാൻ നന്നായി പൊരുതി. ഒരു യുദ്ധമാണിത്. ആ യുദ്ധത്തിൽ ഞാൻ പൊരുതി, പരാജയപ്പെടുകയല്ല, നന്നായിട്ട് പൊരുതി. എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ഓട്ടം നമുക്ക് മനസ്സിലായി, സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു ഓട്ടമാണ്. അത് പൂർത്തിയാക്കി. യേശു കാൽവരിയിലെ ക്രൂശിൽ കിടന്നുകൊണ്ട് പറഞ്ഞില്ലേ, ഇതാ എല്ലാം പൂർത്തിയായിരിക്കുന്നു. യേശുവിനറിയാം താൻ വന്ന ജോലി പൂർത്തിയാക്കി, എല്ലാം പൂർത്തിയായി. യേശു പറഞ്ഞു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവർക്ക് അവരുടെ മരണത്തിൻ്റെ സമയങ്ങളുടെ ഒരു സൂചന ആത്മാവ് കൊടുത്തുനിന്നിരിക്കും. അപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുകയാണ് ജീവിതത്തെക്കുറിച്ച്. ഞാൻ ഓടി, നല്ല പോരാട്ടം നടത്തി, എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ഓട്ടം പൂർത്തീകരിച്ചു എന്ന് പറയുവാനുള്ള ധൈര്യം പൗലോസിനുണ്ട്. നമുക്ക് പലർക്കും നമ്മളോട് ദൈവം ചോദിക്കുക, ഈ രാത്രിയിൽ നിൻ്റെ ജീവനെ ഞാനങ്ങ് തിരിച്ചെടുക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്ത് മറുപടി നമ്മൾ പറയും? അല്ല കർത്താവേ, എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കിയില്ല, എനിക്കൊരല്പം കൂടെ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ പൂർത്തിയാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ പൂർത്തിയാക്കിയിരിക്കണം. പൂർത്തിയാക്കി എന്ന് പറയുവാൻ തക്കവണ്ണം നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. പൗലോസിന് പറയാൻ സാധിച്ചു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എനിക്കായി നീതിയുടെ കിരീടം ഒരുക്കിയിരിക്കുന്നു. അതാണ് പൗലോസ് കാണുകയാണ് ഹൃദയത്തിൽ. എനിക്കായിട്ടൊരു കിരീടം ഒരുക്കിയിരിക്കുന്നു, അവിടെ ഒരുക്കി റെഡിയാക്കി വച്ചിരിക്കുകയാണ്. ആ കിരീടത്തിനെയാണ് നീതിയുടെ കിരീടം എന്ന് പറയുന്നത്. ഓട്ടം പൂർത്തിയാക്കുന്നു, നല്ല പോരാട്ടം ഓടണം, അത് ഒരുക്കിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ മനസ്സിൻ്റെ ആ തോന്നൽ ആത്മാവ് കൊടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. എനിക്കത് ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഒരുക്കിയിരിക്കുന്നെങ്കിൽ നമ്മൾ ചെല്ലാൻ സമയമായെന്ന് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ പറയുന്നത്. ഇനി തെറ്റിദ്ധാരണ വരരുത്, പൗലോസിന് മാത്രം കൊടുക്കുന്ന ഒരു കിരീടമാണോ നീതിയുടെ കിരീടം? അല്ല എന്നുകൂടെ പൗലോസ് എടുത്തു പറയുന്നു. എനിക്ക് മാത്രമല്ല, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും, അവൻ്റെ ആഗമനത്തെ സ്നേഹപൂർവ്വം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആ കിരീടം അവിടെ തയ്യാറാക്കി വച്ചിരിക്കുന്നു. എന്ത് ചെയ്യണം? നമ്മുടെ നന്നായി പൊരുതണം, ഓട്ടം പൂർത്തിയാക്കണം. നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ്. അവൻ്റെ ആഗമനം സ്നേഹപൂർവ്വം അത് കാത്തിരിക്കുകയാണ്. കാത്തിരിക്കണം. ഇന്ന് വന്നാലും ഞാൻ റെഡി, കുഴപ്പമില്ല. നാളെയാണെന്ന് കർത്താവ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ റെഡി. ഓട്ടം പൂർത്തിയാക്കി ഈ വരവിനെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടേയിരിക്കണം. അവർക്കത് കിട്ടും, ഈ നീതിയുടെ കിരീടം. യേശു ഉപമ പറഞ്ഞിട്ടുണ്ടല്ലോ, മണവാളന് വേണ്ടി മണവാളൻ വരാൻ കാത്തിരിക്കുന്ന കന്യകകളെക്കുറിച്ച്. ഉറക്കമളച്ച് അവർ കാത്തിരിക്കുകയാണ്. അതാണ് കാത്തിരിപ്പ്. ഈ നിമിഷം വന്നാലും ഞങ്ങൾ വിളക്ക് കത്തിച്ചുകൊണ്ടിരിക്കുന്നു. വിളക്ക് കത്തിക്കാൻ സാധിക്കാതെ പോയ ബുദ്ധിഹീനരായ ചില കന്യകമാരുടെ കാര്യം അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ആയിപ്പോരുത് നമ്മൾ. ഏത് നിമിഷം മണവാളൻ വന്നാലും വിളക്ക് കത്തിച്ചുകൊണ്ടേയിരിക്കത്തക്കവണ്ണം നാം തയ്യാറായിരിക്കണം, റെഡിയായിരിക്കണം. സ്നേഹപൂർവ്വം അവൻ്റെ വരവ് കാത്തിരിക്കണം. നീതിയുടെ കിരീടം നമുക്കൂടുള്ളതാണ്. പൗലോസിന് മാത്രമല്ലെന്ന് പൗലോസ് നമ്മളോട് പറയുകയാണ്. അപ്പോൾ 2 കിരീടം നമ്മൾ ഓർത്തു. മൂന്നാമത് പറയുന്ന കിരീടം ജീവകിരീടമാണ് ബൈബിളിൽ പറയുന്നത്. യാക്കോബ് അപ്പസ്തോലനാണ്. യാക്കോബിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ ജീവകിരീടം, ദ ക്രൗൺ ഓഫ് ലൈഫ്, അത് എന്തിനു വേണ്ടിയാണെന്ന് യാക്കോബ് അപ്പസ്തോലൻ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട്. പരീക്ഷകൾ
ക്ഷമയോടെ സഹിക്കുന്നവൻ ഭാഗ്യവാൻ, എന്തെന്നാൽ അവൻ പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവൻ്റെ കിരീടം അവന് ലഭിക്കും. യാക്കോബിൻ്റെ 1:12 ആർക്കാണ് ജീവകിരീടം ലഭിക്കുന്നത്? പരീക്ഷകൾ ക്ഷമയോട് സഹിക്കണം. പരീക്ഷകളെന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിലുണ്ട്. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരു മനുഷ്യനായി ഇവിടെ ജീവിച്ച കാലത്ത് പരീക്ഷകളിൽ കൂടെ കടന്നുപോയത് കാര്യം നമ്മൾ വായിക്കുന്നു. നമുക്കൊരു മാതൃകയുടെ ആകാനാണ് കർത്താവിന് ഇതൊക്കെ സംഭവിച്ചത് ദൈവത്തിൻ്റെ പദ്ധതിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളും പരീക്ഷകൾ കൂടി കടന്നു പോകേണ്ടത് ഇരിക്കുന്നു. പരീക്ഷകൾ വരുമ്പോൾ പൊതുവേ നമുക്കൊക്കെ പ്രയാസമാണ്. കർത്താവ് ഈ പരീക്ഷയിൽ എന്നെ ജയിപ്പിക്കണമേ എന്ന നമ്മുടെ ആഗ്രഹവും പ്രാർത്ഥനയും. യേശുപ്പച്ചൻ കർത്താവായ യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു തന്നിട്ടുണ്ട്, പരീക്ഷകളിൽ ഉൾപ്പെടാതെ അല്ലെങ്കിൽ പരാജയപ്പെടാതെ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന്. പരീക്ഷകൾ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കൂടുതൽ പരീക്ഷകൾ വരുമ്പോൾ നമുക്കങ്ങ് പ്രയാസമാണ്. സഹിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ചിന്ത. ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം നമ്മളിൽ വരുമ്പോൾ ഏത് പരീക്ഷകളും സഹിക്കാനും ജയിക്കാനും നമുക്ക് സാധിക്കും എന്ന് നമുക്ക് ഉറപ്പ് വേണം. പരീക്ഷകളെ ക്ഷമയോട് സഹിക്കുന്നവൻ ഭാഗ്യവാൻ. അത് നമ്മൾ സഹിക്കണം. ക്രിസ്തുവിനെ പ്രതിയുള്ള സഹനമായിരിക്കണം, അല്ലാതല്ല. ക്രിസ്തുവിനെ പ്രതി നമ്മൾ ഈ പരീക്ഷകളെ സഹിക്കണം. എങ്ങനെ? ക്ഷമയോടെ സഹിക്കണം. വഴക്കുണ്ടാക്കാനല്ല, മറ്റുള്ളവരോട് എതിർക്കാനല്ല, നമ്മൾ ക്ഷമയോടെ സഹിക്കണം. അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന ഒരു കിരീടമാണ് ജീവകിരീടം. പരീക്ഷകളെ അതിജീവിച്ച് കഴിയുമ്പോൾ തന്നെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന ജീവകിരീടം അവന് ലഭിക്കും. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാം എന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. സ്നേഹിക്കുന്നവരാണ് ഈ പരീക്ഷകളെ ജയിക്കുന്നവർ, കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്. അവർക്ക് കൊടുക്കാമെന്ന് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന കിരീടമാണ് ജീവകിരീടം. 4-ാമത്തെ കിരീടം തേജസ്സിൻ്റെ കിരീടം. അതിന് തേജസ്സിൻ്റെ വാടാത്ത കിരീടം എന്നും പറയാറുണ്ട്. മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം എന്നും പറയാറുണ്ട്. ദ ക്രൗൺ ഓഫ് ഗ്ലോറി. പത്രോസ് അപ്പോസ്തലനാണ് അത് എഴുതിയിരിക്കുന്നത്. 1 പത്രോസ് 5:4. ആ വാക്യം ഞാനൊന്ന് വായിക്കാം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. നമുക്ക് ലഭിക്കുന്നത് ഒരു മഹത്വത്തിൻ്റെ കിരീടമാണ്. ആ കിരീടത്തിൻ്റെ പ്രത്യേകത ഒളിമങ്ങാത്തതാണ്. അതിൻ്റെ ശോഭ മങ്ങിപ്പോകത്തില്ല. അങ്ങനത്തെ ഒരു കിരീടം സ്വർണം കൊണ്ടുണ്ടാക്കിയാലും ഇവിടെ കുറേ നാൾ കഴിയുമ്പോൾ അതിനൊരു മങ്ങലേൽക്കും, നമുക്കറിയാം. പക്ഷേ ഇത് ഒളിമങ്ങാത്ത കിരീടമാണ്, മഹത്വത്തിൻ്റെ കിരീടം. അത് നമ്മൾ മനസ്സിലാക്കണം. ആർക്കാണ് ലഭിക്കുന്നത് എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അത് പത്രോസ് പറഞ്ഞിരിക്കുന്നത് ശ്രേഷ്ഠന്മാരോടാണ്. ഞാൻ പത്രോസിൻ്റെ ആ വാക്യം അല്പം കൂടെ വായിക്കാം. 1 പത്രോസ് 5:1 മുതൽ 4 വരെ. എൻ്റെ ഒരു ശ്രേഷ്ഠ സഹോദരനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. അപ്പോൾ ഈ പറയുന്നത് സഭയിലെ ശ്രേഷ്ഠന്മാർക്ക് വേണ്ടിയാണ്. സഭയിലെ ശ്രേഷ്ഠന്മാരെന്ന് പറഞ്ഞാൽ ആ സഭയെ നടത്തുന്ന ആൾക്കാർ, വിശ്വാസം അവരെ പഠിപ്പിക്കുന്ന ആൾക്കാർ, അവരെ നയിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ, ഉപദേശങ്ങൾ കൊടുക്കേണ്ടപ്പോൾ ഉപദേശങ്ങൾ കൊടുക്കുന്ന ആൾക്കാർ, ആ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി വിശ്വാസികളുടെ എണ്ണം
വർദ്ധിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, അവരെ നടത്തി പരിപാലിക്കുന്നവർ, അവരെയാണ് നമ്മൾ ശ്രേഷ്ഠന്മാർ എന്ന് പറയുന്നത്. ഒരു സാധാ ജീവിതം പോരാ, മറ്റുള്ളവരെ ആത്മീയമായി വളർത്തിക്കൊണ്ട് വരണം. അപ്പോൾ അവർ ശ്രേഷ്ഠന്മാരെന്ന് വിളിക്കപ്പെടാൻ യോഗ്യരാകുന്നു. അപ്പോൾ ശ്രേഷ്ഠന്മാരോട് പറയുന്നതാണ് പത്രോസിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് സഹശ്രേഷ്ഠൻ, ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷി. അത് പത്രോസിനെ എടുത്തു പറയാനുള്ള വലിയ ആഗ്രഹമുണ്ട്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയാണ്. കയ്യപ്പാസിൻ്റെ ഭവനം വരെയും പോയല്ലോ. ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ മരണത്തിൻ്റെയും പീഡാനുഭവങ്ങളുടെയും ഒക്കെ ദൃക്സാക്ഷിയാണ്. വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരൻ. നമുക്ക് ഒരു മഹത്വം വെളിപ്പെടാനിരിക്കുന്നു. പത്രോസിന് അത് കിട്ടുമെന്ന് പത്രോസിന് ഉറപ്പുണ്ട്. ആ മഹത്വത്തിൻ്റെ ഒരു പങ്കുകാരനുമായി ഞാൻ, സഹശ്രേഷ്ഠനായ ഞാൻ നിങ്ങളുടെ ശ്രേഷ്ഠന്മാരോട് ഉപദേശിക്കുന്നു, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അജഗണമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരുമാണ്. നമ്മളെ പരിപാലിക്കണം. അത് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അവർ നമ്മളെ പരിപാലിക്കണം. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ശ്രേഷ്ഠന്മാർക്കുള്ള ചില ഉപദേശമാണത്. നിർബന്ധം മൂലമല്ല അവർ നമ്മളെ പരിപാലിക്കേണ്ടത്. 100 ആടിനെ ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഇടയൻ ആ ആടിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വെള്ളം എവിടാണ് കിട്ടുന്നത് എന്ന് ഇടയൻ അറിഞ്ഞിരിക്കണം. ആ വെള്ളത്തിൻ്റെ അരികിലേക്ക് ആടിനെ നയിച്ചുകൊണ്ട് പോകേണ്ടത് ഇടയനാണ്. പച്ചപ്പുൽ മേച്ചിൽ സ്ഥലങ്ങൾ എവിടെയുണ്ടെന്ന് ഇടയൻ അറിഞ്ഞിരിക്കണം. ഇടയൻ ശബ്ദം കേട്ടാണ് ആടുകൾ നീങ്ങേണ്ടത്. അതുകൊണ്ട് ആ ശബ്ദം അവർ മനസ്സിലാക്കത്തക്കൊണ്ട് ശബ്ദിക്കണം. ഇന്നിടത്ത് മേച്ചിൽപ്പുറങ്ങളുണ്ട്, സ്വച്ഛമായ ജലാശയങ്ങൾ അവിടെ ഉണ്ട് എന്ന് ഇടയൻ അറിഞ്ഞിരിക്കണം. ഇടയനാണ് ആടുകളെ നയിക്കേണ്ടത്. അങ്ങനെ നയിക്കുമ്പോൾ അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ശ്രേഷ്ഠന്മാരുടെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സന്മനസ്സോടെ അത് ദൈവത്തെ പ്രതി ആയിരിക്കണം. ലാഭേച്ഛ മൂലം ആയിരിക്കരുത്. ശ്രേഷ്ഠന്മാർ പ്രവർത്തിക്കുമ്പോൾ ശ്രേഷ്ഠന്മാരത് ഓർത്തോണം. ലാഭേച്ഛ എന്നുള്ളതായിരിക്കരുത് അവരുടെ ലക്ഷ്യം. ഇന്നത് പ്രവൃത്തി ചെയ്താൽ ഇത്ര രൂപ കിട്ടും, മറ്റേ പ്രവൃത്തി ചെയ്താൽ അതിനെക്കാട്ടിൽ കൂടുതൽ കിട്ടുമെങ്കിൽ അത് ചെയ്യാം. ലാഭേച്ഛ ആയിരിക്കരുത് കർത്താവിനെ പ്രതി നമ്മൾ ചെയ്യുന്ന വേലകൾ, സേവനങ്ങൾ. ഇത് സേവനമാണ്, കർത്താവിനെ പ്രതി നമ്മൾ ചെയ്യുകയാണ്. ലാഭേച്ഛ മൂലമായിരിക്കരുത്. ലാഭേച്ഛയോടെ ആയിരിക്കരുത്, തീക്ഷ്ണതയോടെ ആയിരിക്കണം. തീക്ഷ്ണത കാണിക്കണം. അജഗണത്തിൻ്റെ മേൽ ആധിപത്യം പുലർത്തിക്കൊണ്ടായിരിക്കരുത്. അത് പ്രത്യേകം ഓർത്തോണം. ഇതിലെ എല്ലാ കാര്യങ്ങളും ഓർത്തോണം. അജഗണത്തിന്മേൽ ആധിപത്യം പുലർത്തുക ഭരണകർത്താക്കളെന്നല്ല. ആട്ടിടയൻ്റെ ജോലി ഭരിക്കുകയല്ല, ആടുകളെ പരിപാലിക്കുകയാണ്. അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇന്ന് ഭരണകർത്താക്കളായിട്ട് അത് മാത്രമാണ് എൻ്റെ ജോലി എന്നും വിചാരിച്ച് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ട് പത്രോസ് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. അജപാലനമാണ്, ഭരണമല്ല എന്ന് നമ്മൾ ഓർക്കണം. ആധിപത്യം പുലർത്തരുത്. സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. മാതൃകാപുരുഷന്മാരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്ന കിരീടത്തിൻ്റെ കാര്യമാണ് പത്രോസ് പറയുന്നത്. ഒളിമങ്ങാത്ത മഹത്വത്തിൻ്റെ കിരീടം. ഇടയന്മാരുടെ ശ്രേഷ്ഠൻ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു എന്നൊക്കെ യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇടയന്മാരുടെ ശ്രേഷ്ഠനാണവൻ. അവൻ പ്രത്യക്ഷപ്പെടും. രണ്ടാമത് വരുമല്ലോ. അത് മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. ശ്രേഷ്ഠന്മാരോട് പറയുകയാണ്, മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ 4 കിരീടത്തെക്കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചിന്തിച്ചത്. സ്വർഗത്തിനെക്കുറിച്ച് ചിന്തിച്ചതുകൊണ്ട്
അത് എടുത്തു പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. സ്വർഗത്തിലെ കാര്യങ്ങളെല്ലാം വിവരിക്കാൻ പ്രയാസമാണെന്ന് പൗലോസ് പറഞ്ഞു. എങ്കിലും ചില കിരീടങ്ങളുടെ കാര്യം പൗലോസും യാക്കോബും പത്രോസും ഒക്കെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രാപിക്കത്തക്കവണ്ണം നമ്മളെ യോഗ്യരായിരിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് കയറാം. വാക്യം 5 ഞാൻ വായിക്കുകയാണ്. ഈ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനം കൊള്ളും, എന്നെക്കുറിച്ച് സ്വന്തം ബലഹീനതകളിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല. ഈ മനുഷ്യനെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ ഈ സ്വർഗരാജ്യത്തിലേക്ക് കാണുവാൻ ഭാഗ്യം ലഭിച്ച പൗലോസ് തന്നെയാണ്. ആ മനുഷ്യനെക്കുറിച്ച് ഞാൻ അഭിമാനിക്കുന്നു. എന്നാൽ ഞാൻ അഭിമാനിക്കുമ്പോൾ എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ഞാൻ അഭിമാനിക്കുന്നത്. പൗലോസിന് ഈ ദർശനം ഉണ്ടായത് ദൈവത്തിൻ്റെ ശക്തിയുടെ ഒരു വെളിപ്പെടുത്തലായിരുന്നു. ആ വെളിപ്പെടുത്താൻ വേണ്ടിയാണ്, ദൈവീക ശക്തി വെളിപ്പെടുത്താൻ വേണ്ടിയാണ് പൗലോസിന് ഈ ദർശനം ഉണ്ടായത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത് വിവരിച്ചത് തന്നെ ഒരു പ്രത്യേക കാരണം കൊണ്ട്, അല്ലെങ്കിൽ പൗലോസ് അത് വിവരിക്കത്തില്ല. ആത്മപ്രശംസ ചെയ്യാൻ പൗലോസിന് താല്പര്യമില്ല. പിന്നെ ഇവിടെ അതെന്താണ് പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ, ഒരു ചെറിയ സ്പ്ലിറ്റ് കൊറിന്ത്യ സഭയിലുണ്ടായല്ലോ. ആരുടെ പക്ഷം എന്നൊരു ചിന്ത, പൗലോസിൻ്റെ അപ്പസ്തോലികത്വത്തെക്കുറിച്ചൊരു തർക്കം, അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ പൗലോസ് തൻ്റെ അപ്പസ്തോല സ്ഥാനം അത് നിസ്സാരമാക്കരുത്, അത് തനിക്ക് കർത്താവിൽ നിന്ന് ലഭിച്ചതാണ് എന്നൊക്കെ സ്ഥാപിച്ച് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത്. എങ്കിലും പൗലോസ് എടുത്തു പറയുന്നു, എൻ്റെ ബലഹീനതയിലാണ് ഞാൻ പ്രശംസിക്കുന്നത്. പൗലോസ് പറയുന്നത്, നിങ്ങളോട് ഞാൻ പ്രസംഗിച്ചപ്പോൾ തന്നെ എൻ്റെ ശാരീരികമായി പറഞ്ഞാൽ ഞാൻ വലിയ ബലവാനൊന്നുമായിരുന്നില്ല. ബലഹീനമായ ഒരു ഉപകരണത്തിൽ ശക്തി പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ആരുടെ ശക്തിയാണ്? അത് പ്രവർത്തിക്കുന്ന ആളിൻ്റെ ശക്തിയാണ്, ഉപകരണത്തിൻ്റെ ബലമല്ല. പൗലോസ് ഒരു ഉപകരണമായിട്ട് മനസ്സിലാക്കുകയും ആ പൗലോസിൽ കൂടെ പ്രവർത്തിക്കുന്നത് ദൈവിക ശക്തിയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ പൗലോസ് പറയുന്നത്, എൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലം, ഇങ്ങനെ ഒരു ഫലം ഉണ്ടാകാൻ കാരണം എൻ്റെ ശക്തിയല്ല, പിന്നെയോ എന്നിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. ഞാൻ ബലഹീനൻ ആയിരിക്കുമ്പോഴാണ് ദൈവശക്തി അതിശക്തമായിട്ട് എന്നിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഫലമുണ്ടാകുന്നു. പൗലോസ് പ്രവർത്തിച്ച് നല്ല ഫലമുണ്ടെന്നൊക്കെ പറഞ്ഞാലും പൗലോസ് പറയുന്നത് എൻ്റെ ശക്തിയല്ല, എന്നിൽ കൂടെ പ്രവർത്തിക്കുന്ന ദൈവശക്തിയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ ബലഹീനതയിലാണ് പ്രശംസിക്കുന്നത്. ഞാൻ കൂടുതൽ ബലഹീനനായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി എന്നിൽ കൂടുതൽ പ്രവർത്തിക്കും. അതുകൊണ്ടാണ് ഞാൻ ബലഹീനതയിൽ പ്രശംസിക്കുന്നു എന്ന് പൗലോസ് പറയുന്നത്. ഗലാത്യ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 13-14 പൗലോസ് ഈ കാര്യം ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വാക്യം ഞാൻ വായിക്കാം. പൗലോസിന് യഥാർത്ഥത്തിൽ ശാരീരികമായ എന്തോ അസ്വസ്ഥത ഗലാത്യ ലേഖനം എഴുതുന്ന സമയത്തുണ്ട്. അന്നേരം അത് എഴുതിയിരിക്കുകയാണ്, ഞാൻ ആദ്യമേ നിങ്ങളോട്, ഗലാത്യരോട് സുവിശേഷം പ്രസംഗിച്ചത് എനിക്ക് ശാരീരികമായ അസ്വാസ്ഥ്യം ഉള്ള അവസരത്തിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. എൻ്റെ ശരീരസ്ഥിതി നിങ്ങൾക്കൊരു പരീക്ഷയായിരുന്നിട്ടും നിങ്ങളെന്നെ നിന്ദിക്കുകയോ വെറുക്കുകയോ ചെയ്തില്ല. മറിച്ച് എന്നെ ഒരു ദൈവദൂതനെ പോലെ തന്നെ നിങ്ങൾ സ്വീകരിച്ചു. ശാരീരികമായ ചില അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നിട്ടും നിങ്ങൾ എന്നെ അങ്ങ് നിന്ദിക്കുകയും വെറുതെ വിടുകയും ചെയ്തില്ല. ഒരു ദൈവദൂതൻ വന്നാൽ നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുമോ അതുപോലെ നിങ്ങൾ എന്നെ സ്വീകരിച്ചു. ഞാൻ ബലഹീനൻ, ശാരീരികമായി ബലഹീനനാകുമ്പോൾ ദൈവിക ശക്തി പൗലോസിലെ കൂടുതൽ പ്രവർത്തിക്കുന്നു എന്ന് പൗലോസ് കാണിക്കുകയാണ്. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് എഴുതുന്നു, പാപികളിൽ ഒന്നാമത്തേവനായ ഞാൻ പാപികളിൽ ഒന്നാമനാണ്, എങ്കിലും എനിക്ക്
കാരുണ്യം ലഭിച്ചു. അത് നിത്യജീവൻ ലഭിക്കാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്കവണ്ണം പാപികളിലൊന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാകുന്നതിന് വേണ്ടിയാണ്. പൗലോസ് സ്വയം പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ്. എന്തിനാണ് പൗലോസ് അങ്ങനെ പറയുന്നത്? പൗലോസ് തീക്ഷ്ണമായ ഒരു യഹൂദനായിരുന്ന കാലത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതിലുള്ള ഒരു വിഷമം, ഒരു അനുതാപം അദ്ദേഹത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമനാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ ക്ഷമിച്ചിരിക്കുകയാണ്. അത് പൗലോസിലൂടെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ കാരുണ്യം എനിക്ക് ലഭിച്ചു. അത്രമാത്രം ഒരു പാപിയായിരുന്നിട്ടും എനിക്ക് ദൈവത്തിൻ്റെ കാരുണ്യം ലഭിച്ചു. എന്തിനാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അത് പൗലോസിലൂടെ പറയുന്നുണ്ട്. നിത്യജീവൻ ലഭിക്കാനിരിക്കുന്നവർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുകയാണ്. അവർക്ക് ഞാനൊരു മാതൃകയാകണം. അതിനാണ്. അപ്പം ആർക്കാണ് നിത്യജീവൻ ലഭിക്കുന്നത്? യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക്. അപ്പോൾ അങ്ങനെ നിത്യജീവൻ ലഭിക്കാനിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിലുള്ള വിശ്വാസം ലഭിക്കണം. അങ്ങനെ ലഭിക്കാനിരിക്കുന്നവരുണ്ട്. അത് ദൈവത്തിനറിയാം ആരൊക്കെയാണ് വിശ്വാസം ലഭിച്ച് സ്വീകരിക്കുന്നവരെന്നും ആരൊക്കെയാണ് നിത്യജീവൻ പ്രാപിക്കാനിരിക്കുന്നതും എന്നുള്ള സംഗതി യേശുക്രിസ്തുവിന് നേരത്തെ അറിയാം. അങ്ങനെ ലഭിക്കാനിരിക്കുന്നവർക്ക് ഒരു മാതൃകയാകത്തക്കവണ്ണം പാപിയായ എന്നിൽ യേശുക്രിസ്തു കരുണ കാണിച്ചു. എന്തിന്? ഈ മറ്റ് പാപികളോടും ഇതുപോലെ കരുണ കാണിക്കുമെന്ന് മാതൃകയായി കാണിക്കാനാണ്. അവർ യേശുക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം, യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചിട്ട് അവർക്ക് നിത്യജീവൻ ലഭിക്കണം. അങ്ങനെയുള്ളവരെ കരുതി യേശുക്രിസ്തു അവർക്ക് മാതൃകയായിരിക്കാൻ പാപിയായ എന്നോട് കരുണ കാണിച്ചു. ഇതാ പൗലോസ് പറയുന്നത്. അപ്പോൾ തൻ്റെ ബലഹീനതകളിലാണ് പൗലോസ് അഭിമാനം കൊള്ളുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വാക്യം 6 ഞാൻ വായിക്കുകയാണ്. ആത്മപ്രശംസയ്ക്ക് ഇച്ഛിക്കുന്നെങ്കിൽ തന്നെ ഞാനൊരു ഭോഷനാവുകയില്ല. എന്തെന്നാൽ സത്യമായിരിക്കും ഞാൻ സംസാരിക്കുക. എന്നിൽ കാണുകയും എന്നിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്നതിൽ അധികമായി ആരും എന്നെപ്പറ്റി വിചാരിക്കാതിരിക്കേണ്ടതിന് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുന്നു. പൗലോസ് പറയുന്നത് ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുകയാണ്. കാരണം എന്നിൽ കണ്ടതിൽ കൂടുതലായിട്ട് എന്നെക്കുറിച്ച് ആൾക്കാരങ്ങ് ചിന്തിച്ച് അങ്ങനെ ഒന്നും ഒരു ചിന്ത വരാതിരിക്കാൻ വേണ്ടി ഞാൻ ആത്മപ്രശംസ ഒഴിവാക്കുകയാണ്. എതിരാളികൾക്കൊരു ചിന്തയുണ്ടായിരുന്നു. പൗലോസിന് ഒരു ആത്മപ്രശംസ ചെയ്ത് പറയത്തക്കവണ്ണം ഒന്നും ജീവിതത്തിൽ ഇല്ലെന്നാണ് അവരുടെ ചിന്ത. പക്ഷേ പൗലോസ് പറയുന്നത് എനിക്ക് ചിലത് പറയാനുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പം ഞാൻ പറയുന്നില്ല. കാരണം ആത്മപ്രശംസ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആ കാര്യത്തിൽ ഒന്നും എന്നെ അങ്ങ് പ്രശംസിച്ച് പറയുന്നില്ല. 7 8 വാക്യങ്ങൾ. വെളിപാടുകളുടെ ആധിക്യത്താൽ ഞാൻ അധികം ആഹ്ലാദിക്കാതിരിക്കേണ്ടതിന് ശരീരത്തിൽ ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് എന്നെ ശല്യപ്പെടുത്തുന്നതിനും മതിമറന്ന് ആഹ്ലാദിക്കാതെ എന്നെ നിയന്ത്രിക്കുന്നതിനും വേണ്ടിയുള്ള പിശാചിൻ്റെ ദൂതൻ. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം. പൗലോസ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടു. കർത്താവ് നീതിയുടെ കിരീടം ലഭിക്കും. ഒത്തിരി കർത്താവിന് വേണ്ടി സുവിശേഷ വേലയ്ക്ക് ഇതുപോലെ പ്രവർത്തിച്ച, തീഷ്ണനോട് പ്രവർത്തിച്ച, ലോകം മുഴുവൻ സുവിശേഷം അറിയിച്ച വേറൊരു വ്യക്തി അതിനു മുമ്പോ അതിനു ശേഷമോ ഉണ്ടായിട്ടില്ലെന്നുള്ളൊരു പ്രാധാന്യമായ കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ച് സാധാരണഗതിയിൽ അതിമറന്ന് ആഹ്ലാദിക്കാൻ സാധ്യതയുണ്ട്. അത് പാടില്ല. നമ്മളെ സംബന്ധിച്ചോർത്തണം. ചിലർ അവർ പ്രവൃത്തികൾ കർത്താവിന് വേണ്ടി ചെയ്യുന്നു, പക്ഷേ അതിലങ്ങ് അതിമറന്ന് ആഹ്ലാദിക്കാൻ ഇടയാകും. അതൊരു കൂടുതലായി പോവും. അത് പാടില്ല. ഒരു നിയന്ത്രണം വേണം. അങ്ങനെ നിയന്ത്രിക്കാൻ വേണ്ടി കർത്താവ് തന്നെ ചില കാര്യങ്ങൾ ചെയ്തു തരും. അത് ജീവിതത്തിൽ ഒരു പ്രയാസമോ കഷ്ടപ്പാടുകളൊക്കെ ആയിരിക്കും. അപ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഞാൻ കർത്താവിന് വേണ്ടി ഇത്രമാത്രം പ്രവർത്തിച്ചിട്ടും എനിക്കിങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളാണല്ലോ ഉണ്ടാകുന്നത് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവർക്കൊരു മാതൃകയായി പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം,
എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ചെറിയ പീഡകളും പ്രയാസങ്ങളും കഷ്ടതകളും നിന്ദനങ്ങളും ഒക്കെ ഉണ്ടാകുന്നു? എന്നെ ഒന്ന് ഒരു ക്രമത്തിൽ അവിടെ നിർത്താൻ വേണ്ടിയാണ്. ആഹ്ലാദിച്ച് അതിമറന്നു പോകരുത്. അതിനുവേണ്ടി കർത്താവ് ചെയ്യുന്ന ഒരു വേലകളാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ് പറയുന്നത്, പൗലോസിൻ്റെ അനുഭവത്തിൽ എനിക്ക് ഒരു മുള്ള് നൽകപ്പെട്ടിരിക്കുന്നു. ആ മുള്ള് പിശാചിൻ്റെ ഒരു ദൂതൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുള്ള എന്നുള്ള വാക്ക് ഗ്രീക്ക് വാക്കാണല്ലോ എൻ്റെ ഒറിജിനൽ. അതിന് സ്കോലോപ്സ് എന്നാണ് അതിൻ്റെ വാക്ക്. മുള്ളെന്നും അർത്ഥം മലയാളത്തിൽ എഴുതാം, ശൂലമെന്നും എഴുതാം. ഏതായാലും നമുക്ക് പ്രശ്നമില്ല. എന്തോ ഒരു പ്രശ്നം, ഒരു വേദനിക്കുന്ന ഒരു സംഗതി പൗലോസിൻ്റെ ജീവിതത്തിൽ ഉണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ട് എന്താണ് പൗലോസിൻ്റെ ജീവിതത്തിൽ ആ മുള്ള എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല. ഒരു മുള്ള എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇനി അതിനെക്കുറിച്ച് പഠിച്ച വേദപണ്ഡിതന്മാരുണ്ട്. എല്ലാം നമ്മൾ പഠിക്കുകയാണല്ലോ. ആ മുള്ള എന്താണെന്ന് അല്ലെങ്കിൽ ആ ശൂലം എന്താണെന്ന് വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഉള്ളത്. ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഞാനൊന്ന് പെട്ടെന്ന് പറയാം, കാരണം വ്യത്യസ്തമാണല്ലോ, എങ്കിലും അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാൽവിൻ, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഇത് പൗലോസിനുണ്ടായ ഒരു ആധ്യാത്മിക പരിശോധനയാണെന്ന് നമുക്ക് കണക്കാക്കാം. ലൂഥർ, അതിനെ നമുക്കറിയാം, അദ്ദേഹം പറയുന്നത് പൗലോസിനുണ്ടായ എതിർപ്പുകളും പീഡകളുമാണ് ഈ മുള്ള. എന്നാൽ ചിലരുടെ അഭിപ്രായത്തിൽ പൗലോസിന് അപസ്മാര രോഗം ഉണ്ടായിരുന്നു. അവരുടെ അഭിപ്രായമാണ്. കാരണം പണ്ട് കാലത്ത് ഈ അപസ്മാര രോഗമെന്ന് പറയുന്നത് പിശാചിനാൽ സംഭവിക്കുന്ന ഒരു രോഗമാണെന്നൊരു ചിന്തയുണ്ടായിരുന്നു പണ്ട് കാലത്ത്. അപ്പോൾ പൗലോസ് ഒരു സൂചന പറയുന്നുണ്ടല്ലോ, പിശാചിന് ദൂതനായിരിക്കും എന്നെ ശല്യപ്പെടുത്തുന്നതെന്ന്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലർ പറയുന്നത് ഇത് ഒരു അപസ്മാര രോഗമായിരുന്നിരിക്കാമെന്ന്. ക്രിസോസ്റ്റം, ജെറോ അവരുടെ അഭിപ്രായത്തിൽ അസഹനീയമായ തലവേദനയായിരുന്നു. അങ്ങനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും കാരണം കാണുമായിരിക്കും. തലവേദന ഉണ്ടായിരുന്നെന്ന്. ഗലാത്യ ലേഖനം 4:15 പൗലോസ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ വാക്യം പറയാം. നിങ്ങളുടെ കണ്ണ് ചുഴിഞ്ഞെടുത്ത് എനിക്ക് തരുമായിരുന്നു എന്ന് പൗലോസ് പറയുന്നു ഗലാത്യരോട്. നിങ്ങളുടെ കണ്ണ് ചുഴിഞ്ഞെടുത്ത് എനിക്ക് തരുമായിരുന്നു, നിങ്ങൾ എന്നോട് അത്ര സ്നേഹം കാണിച്ചു എന്നാണ്. പക്ഷെ അതിൽ നിന്നും വേറൊരു കാര്യം നമുക്ക് ചിന്തിച്ച് പോകാം. ഗലാത്യ 6:11 പൗലോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, വലിയ അക്ഷരങ്ങളിലാണ് പൗലോസ് എഴുതിയത് എന്നുകൂടി പൗലോസ് എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്നെല്ലാം കൂടെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്, ഈ പൗലോസിന് ഒരു പക്ഷെങ്കിൽ കണ്ണിനെന്തെങ്കിലും പ്രയാസം ഉണ്ടായി കാണും. ഒരുപക്ഷെ തിമിര എന്ന് പറയുന്ന ആ രോഗമായിരിക്കാം എന്ന് വിചാരിക്കുന്നവരുണ്ട്. ലാറ്റിൻ സഭാപിതാക്കന്മാർ അനിയന്ത്രിതമായ ഇന്ദ്രിയ ആസക്തിയായിരുന്നു എന്നാണ് പാശ്ചാത്യ വേദപണ്ഡിതന്മാരുടെ ഒരു അഭിപ്രായം. ചിലർ പറയുന്നത് പൗലോസിന് വിക്ക് ഉണ്ടായിരുന്നു എന്നാണ്. സംസാരത്തിലൊരു വിക്ക് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അത് അങ്ങനെ ആ അഭിപ്രായം പറയുന്ന ആൾക്കാർ ബെൽസൺ, മാഗ്നൈറ്റ്, സ്കെയ്ഡ് ഇവരുടെ അഭിപ്രായമാണ്. തെർത്തുല്യൻ, നമുക്കെല്ലാവർക്കും അറിയാവുന്ന വേദപണ്ഡിതൻ, അദ്ദേഹം പറയുന്നത് ചെവി വേദന ഉണ്ടായിരുന്നു എന്നാണ്. പൗലോസ് പറയുന്നത് ആത്മീയ നിഗളം, ഇതെല്ലാം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആത്മീയ നിഗളം ഉണ്ടാകാതിരിക്കാൻ ദൈവത്തിൻ്റെ ഒരു ഉപാധിയായിരുന്നു എന്നാണ് പൗലോസ് അതിനെക്കുറിച്ച് പറയുന്നത്. എന്താണെന്ന് പേരെടുത്ത് പറയാതെ, ആത്മീയമായ ഒരു നിഗളം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് തന്ന ഒരു ഉപാധിയാണ് എന്നാണ് പൗലോസ് പറയുന്നത്. സമയം അങ്ങോട്ട് നീങ്ങുന്നത് കൊണ്ട് ഞാൻ അവിടെ വെച്ചൊന്ന് നിർത്താമെന്ന് വിചാരിക്കുകയാണ്. നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാം. എങ്കിലും വാക്യം 9 ഒന്ന് കയറിയിട്ട് ഞാൻ 9 വായിക്കാം.
പൗലോസ് ഇതൊന്ന് മാറ്റിത്തരണമെന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു. പക്ഷേ യേശുക്രിസ്തു അത് ചെയ്തു കൊടുത്തില്ല. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എൻ്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും അത് നീക്കിക്കൊടുത്തില്ല. പ്രാർത്ഥിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കുന്ന എല്ലാം കിട്ടും. എന്നാൽ പ്രാർത്ഥിക്കുമ്പോൾ ചില കാര്യങ്ങൾ കിട്ടാതെ വരാറുണ്ട് ചിലർക്ക്. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതി അനുസരിച്ച് അങ്ങനെ ചെയ്യുന്നതാണ്. പൗലോസ് ഇവിടെ പ്രാർത്ഥിച്ചിട്ട്, പൗലോസ് അത്ഭുത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ആളാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ ലഭിക്കുന്നു. പക്ഷേ ഈ സ്വന്തം കാര്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്തില്ല. അപ്പോൾ ലഭിക്കാതെ പോകുന്ന ചില പ്രാർത്ഥനകൾ, അതിന് കാരണങ്ങളുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇത് നമുക്ക് എടുക്കാം. 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, കൊടുത്തില്ല. പൗലോസിനോട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിനക്ക് എൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ടും പ്രകടമാകുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ, 89-ാം എപ്പിസോഡിൽ വാക്യം 9 മുതൽ നമുക്ക് തുടരാം. ദൈവത്തിൻ്റെ കൃപ ബലഹീനരായ നമ്മളിലോട്ട് എത്രമാത്രം ശക്തിയോടെ പ്രവർത്തിക്കുന്നു. ആ ബലഹീനത ആയിരിക്കുമ്പോൾ കൂടുതൽ ശക്തി ദൈവകൃപ നമ്മളിൽ പ്രവർത്തിക്കുന്നുള്ള കാര്യം അവിടെ മുതൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. നമ്മൾ ഇന്ന് ചിന്തിച്ചത് പ്രധാനമായിട്ട് ജീവകിരീടം, നീതിയുടെ കിരീടം, ഒളിമങ്ങാത്ത കിരീടം, വാടാത്ത കിരീടം, നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന കിരീടങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിച്ചു. പൗലോസിൻ്റെ ജീവിതത്തിലെ കഷ്ടതകൾ വന്നതിൻ്റെ കാരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചാണ്. പരീക്ഷകളെ ജയിക്കുമ്പോൾ യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നല്ലോ, പരീക്ഷകളെ ജയിക്കുന്നവർക്ക് നമുക്ക് ലഭിക്കുന്ന ആ കിരീടം. പൗലോസ് പ്രത്യേകം പറഞ്ഞു, നമുക്ക് വാടാത്ത കിരീടം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നു, നീതിയുടെ കിരീടം. നമ്മുടെ ഓട്ടം പൂർത്തിയാക്കി അത് പ്രാപിക്കാൻ വേണ്ടി തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ ആഗമനത്തെ കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കും. ആ ഉറപ്പോടുകൂടി, ഉത്സാഹത്തോടുകൂടി, മന്ദഗതിയിലല്ല, ഉത്സാഹത്തോടുകൂടി കർത്താവിൻ്റെ വേലകളിൽ നമുക്കായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. 89-ാമത്തെ എപ്പിസോഡിൽ ബാക്കി നമുക്ക് തുടരാം. എല്ലാം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ.